പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ ചൂട് ദുബായിലേക്കോ? ജബൽ അലിയിൽ ഇപ്പോൾ തന്നെ 20 മിനിറ്റ് നീണ്ടുനിന്ന 7 വൻ സ്ഫോടനങ്ങൾ നടന്നിരിക്കുകയാണ്. ആശങ്കയിൽ ഗൾഫ് രാജ്യങ്ങൾ. പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി തന്നെ തുടരുന്നതിനിടെ തന്നെ ഗൾഫ് മേഖലയെ നടുക്കുന്ന വൻ സ്ഫോടന പരമ്പര ദുബായിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. അവിടെ യുഎയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായ വാണിജ്യ മേഖലയായ ജബൽ അലിൽ ഇൻഡസ്ട്രിയൽ ഏരിയയിലാകട്ടെ കേവലം 20 മിനിറ്റിനിടെ തന്നെ 7ഓളം ശക്തമായ സ്ഫോടനങ്ങൾ ഉണ്ടായതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സ്ഫോടനങ്ങൾക്ക് പിന്നാലെ തന്നെ ജബൽ അലി തുറമുഖത്തിനും സമീപത്തെ വൻ സംഭരണശാലകൾക്ക് മുകളിലൂടെ തന്നെ തീഗോളങ്ങളും കറുത്ത പുകപടലങ്ങളും ഉയർന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി തന്നെ പ്രചരിക്കുകയാണ്. സമീപ പ്രദേശങ്ങളായ അൽ ബുജേറിലും അതേപോലെ സമീപ പ്രദേശങ്ങളിലും എല്ലാം തന്നെ വലിയ ഭീതി പടർത്തിയും വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിയതായിട്ടാണ് ദൃക്സാക്ഷ്യങ്ങൾ പറയുന്നത്. വലിയ ശബ്ദത്തോടെയുള്ള സ്ഫോടനങ്ങളിൽ സമീപ കെട്ടിടങ്ങൾ വരെ കുലുങ്ങിയതായാണ് റിപ്പോർട്ട്. എന്നാൽ സ്ഫോടനങ്ങളുടെ കൃത്യമായ കാരണം, ആളപായമോ നാശനഷ്ടങ്ങളോ സംബന്ധിച്ച യുഎ അധികൃതർ ഇതുവരെയും ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടൽ കൂടുതൽ വ്യാപിക്കുന്ന സാഹചര്യത്തിലാണ് ദുബായിലെ ഈ സംഭവം പുറത്തുവരുന്നത്. അതിനാൽ തന്നെ ഇത് സാധാരണ വ്യവസായ അപകടമോ അതോ നിലവിലെ മേഖലാ സംഘർഷവുമായി ബന്ധപ്പെട്ട സുരക്ഷാ സംഭവമാണോ എന്ന ഒരു ചോദ്യവും ഉയരുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ചരക്ക് തുറമുഖങ്ങളിൽ ഒന്നായ ജബൽ അലി തുറമുഖത്തിന് സമീപമാണ് സ്ഫോടനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അന്താരാഷ്ട്ര വ്യാപാര മേഖലയിലും ആശങ്ക ഉയരുകയാണ്. അതേസമയം ഈ സ്ഫോടനങ്ങളുടെ കാരണം സംബന്ധിച്ച് ഇതുവരെയും ഔദ്യോഗിക സ്ഥിരീകരണമില്ല. നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. യുഎഇ അധികൃതരുടെ ഔദ്യോഗിക വിശദീകരണത്തിനായി തന്നെ ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. സംഭവ സ്ഥലത്തേക്ക് സിവിൽ ഡിഫൻസ് സംഘവും പോലീസ് സേനയും ഉടനടി തന്നെ കുതിച്ചെത്തിക്കൊണ്ട് സുരക്ഷാ വലയം തകർക്കുകയും തീ നിയന്ത്രണ വിധേയമാക്കുകയും ഉള്ള അടിസ്ഥാന നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്ഫോടനത്തിന് കൃത്യമായ കാരണങ്ങളോ അല്ലെങ്കിൽ ആളപായമോ ഔദ്യോഗികമായി തന്നെ യുഎഇ ഭരണകൂടം ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. അതിനിടെ തന്നെ സ്ഫോടന ദൃശ്യങ്ങൾ മൊബൈലിൽ ചിത്രീകരിച്ചുകൊണ്ട് പ്രചരിപ്പിച്ചതിന് 2 പേരെ യുഎഇ അധികൃതർ കസ്റ്റഡിയിലെടുത്തതായി തന്നെ പ്രാദേശിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. 11,000-ലധികം അന്താരാഷ്ട്ര കമ്പനികളും ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തുറമുഖവും അടങ്ങുന്ന ജബൽ അലിയിലെ ഈ സ്ഫോടനങ്ങൾ ആഗോള വ്യാപാര മേഖലയെയും ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിലെ ഗതാഗത തടസ്സങ്ങളും US ഇറാൻ സൈനിക തിരിച്ചടികളും മേഖലയിൽ അവിടെ രൂക്ഷമായിരിക്കെയാണ് ദുബായിലെ പുതിയ സംഭവ വികാസങ്ങൾ ഉയരുന്നത്. അതുമാത്രമല്ല, സഖ്യകക്ഷികൾക്ക് നേരെ ഉണ്ടാകാവുന്ന പ്രാദേശിക ഭീഷണികൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെ യുഎഇ നേരത്തെ തന്നെ സുരക്ഷ കൂടുതൽ ഘടിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രവാസികളടക്കം തന്നെ വസിക്കുന്ന ദുബായ് നഗരമധ്യേ തന്നെ അവിടെ സമീപമുണ്ടായ സ്ഫോടനങ്ങൾ ഭൗമരാഷ്ട്രീയ ഉത്കണ്ഠ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.